മലയാളത്തിന്റെ മഹാനടി അല്ലെങ്കിൽ അമ്മ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികൾക്ക് സുപരിചിതയായ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുകയാണ്. 79 വയസ്സായിരുന്നു അവരുടെ അന്തരിക്കുമ്പോഴുള്ള പ്രായം എന്നുള്ളത്. കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സുകളിലേക്ക് ഓർമ്മകളിലേക്ക് വരുന്നുള്ളത് അവരുടെ അമ്മ കഥാപാത്രങ്ങളാണ്. ഒരുപാട് ചിത്രങ്ങളിൽ നന്മ നിറഞ്ഞ അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് നമ്മെ കയ്യിലെടുത്തിട്ടുള്ള നടിയാണ് കവിയൂർ പൊന്നമ്മ എന്നുള്ളത്. പ്രത്യേകിച്ചും മോഹൻലാലിന്റെ ചിത്രങ്ങളിലാണ് അവരുടെ അമ്മ വേഷങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് കിരീടത്തിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് 20-ാം വയസ്സിൽ, അതായത് അവരുടെ 20-ാം വയസ്സിൽ ഒരു യങ്ങസ്റ്റ് സ്റ്റേജ് എന്ന് പറയാവുന്നില്ല അവരുടെ പ്രായത്തിന്റെ, ആ പ്രായത്തിൽ തലയിലേക്ക് ചായം പൂശി അമ്മ കഥാപാത്രം ചെയ്ത് തുടങ്ങേണ്ടി വന്നിട്ടുള്ള നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മരണം ഒരു ദുഃഖകരമാണ്. പക്ഷെ മരണം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് അവർ ചിത്രങ്ങളിൽ സജീവമായിരുന്നില്ല. അവർക്ക് അസുഖബാധിതയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് അവരുടെ അമ്മ കഥാപാത്രങ്ങളെ കുറിച്ചാണ് കൂടുതലും കടന്നു വരുന്നത്. പക്ഷെ ഞാൻ പറയാൻ വരുന്ന വിഷയം അതല്ല. ഈ കവിയൂർ പൊന്നമ്മ ഇത്തരം വേഷങ്ങളിൽ ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ, തന്മയത്തോടു കൂടി അഭിനയിച്ചപ്പോൾ അത് നമ്മെ കയ്യിലെടുക്കുകയും നമ്മെ ഒരുപാട് അത്തരം രംഗങ്ങൾ, ഇമോഷണൽ രംഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് മോഹൻലാലും ഒന്നിച്ചുള്ള ഇമോഷണൽ രംഗങ്ങളിലൊക്കെ അത് നമ്മളെ അവിടേക്ക് കൂട്ടിച്ചെല്ലുകയും ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, പ്രത്യേകിച്ചും കിരീടത്തിലൊക്കെ. പക്ഷെ പിന്നീട് അവർ ആ രീതിയിലുള്ള വേഷങ്ങളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് അവരുടെ കഴിവുകേടല്ല. പക്ഷെ സിനിമാ മേഖല അവരെ ആ രീതിയിലാണ് പരിഗണിച്ചിരുന്നത്. എല്ലാ ചിത്രങ്ങളിലും നന്മ നിറഞ്ഞ അമ്മ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് അവർ മാറി. നേരത്തെ ഉണ്ടായിരുന്ന ഈ അമ്മ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടർ റോളുകൾ 4 തവണ അവർക്ക് സ്റ്റേറ്റ് അവാർഡ്, സഹനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു KPSC ലളിത അല്ലെങ്കിൽ സുകുമാരി, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള, ചിലപ്പോൾ വില്ലത്തരം പോലും, അത്തരം നെഗറ്റീവ് റോളുകൾ പോലും ചെയ്തിട്ടുള്ള ആളുകളാണ് KPSC ലളിതയും സുകുമാരിയും ഒക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കവിയൂർ പൊന്നമ്മ തീർച്ചയായും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നടി എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. അവരെ പല രീതിയിൽ ഉപയോഗപ്പെടുത്താമായിട്ടും പല രീതിയിലുള്ള ക്യാരക്ടർ റോളുകളിലേക്ക് അവർക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും മലയാളികളുടെ മനസ്സിൽ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നന്മ നിറഞ്ഞ അമ്മ കഥാപാത്രങ്ങളായി ഇന്നും അവരുടെ ഫോട്ടോ കണ്ടാലും, അവരെ എവിടെ കണ്ടാലും, അവരുടെ രൂപം കണ്ടാലും നമുക്ക് ഒരു അമ്മ കഥാപാത്രം, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ അമ്മ കഥാപാത്രമായാണ്, മലയാളത്തിന്റെ അമ്മ എന്നുള്ള വിശേഷണമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതലും ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. പക്ഷേ ഏതായാലും അവർ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.